നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് പ്രിയപ്പെട്ട ഹാജിമാരോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉണർത്തുകയാണ്. ഹാജിമാർ വലിയ ഭാഗ്യവാന്മാരാണ്. എങ്ങോട്ടാ പോകുന്നത്? വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅ്തൂക റിജാലൻ വഅലാ കുല്ലി ളാബിരിൻ യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹജ്ജിന് വേണ്ടി ജനങ്ങളെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും എങ്ങനെ വിളിച്ചു കേൾപ്പിക്കും? ഇബ്രാഹിം മക്കാം എന്ന് പറയുന്ന ആ പരിശുദ്ധമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബാലയം പടുത്തുയർത്തുന്ന സമയത്ത് ഉയരത്തിന് വേണ്ടി കയറി നിന്ന അവിടുത്തെ പവിത്രമായ കാൽപാദം പതിഞ്ഞിട്ടുള്ള മഹത്തായ കല്ലിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കല്ലിൻ്റെ മുകളിൽ കയറി നിന്നപ്പോൾ ആ കല്ല് ഹിമാലയം കണക്കിന് ഉത്തുംഗ ശിഖരത്തിലേക്ക് ഉയരുകയും ആ കല്ലിൻ്റെ ഉയർന്ന ഉത്തുംഗ ശിഖരത്തിൽ വെച്ച് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു, ഓ ജനങ്ങളെ, അള്ളാഹു ഇതാ നിങ്ങൾക്കായൊരു ഭവനമുണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വന്ന് ഹജ്ജ് ചെയ്യാൻ അള്ളാഹു നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ വിളി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള ഉപ്പമാരുടെ മുതുകിലും ഉമ്മമാരുടെ ഗർഭപാത്രങ്ങളിലുമുള്ള മുഴുവൻ ജനങ്ങളെയും ആ വിളി അള്ളാഹു കേൾപ്പിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ കേട്ട മുഴുവൻ ആളുകളും ആ വിളിക്കുത്തരം നൽകി. ചിലർ ഒരു വട്ടം ഉത്തരം നൽകി, ചിലർ 2 വട്ടം ഉത്തരം നൽകി, ചിലർ പലവട്ടം ഉത്തരം നൽകി. എത്ര വട്ടം ഉത്തരം നൽകിയോ അതിൻ്റെ കണക്കനുസരിച്ച് പരിശുദ്ധ കഅബാലയത്തിൽ ചെന്ന് ഹജ്ജ് ചെയ്യുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ താജുൽ ഉലമ ഉള്ളാളം തങ്ങൾ പാപ്പൊക്കെ എത്ര കാലം ഹജ്ജ് ചെയ്തു, അത്രമാത്രം ഇജാബത്ത് നൽകിയിട്ടുണ്ട്. അപ്പൊ ആ പരിശുദ്ധമായ കഅബാലയത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ല, മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് നിരവധി അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സദാത്തുക്കൾ മുഴുവൻ ആളുകളുടെയും പാദസ്പർശനമേറ്റ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാദസ്പർശനമേറ്റ അള്ളാഹുവിൻ്റെ റസൂല് കുട്ടിക്കാലം മുതൽക്ക് ഓടി നടക്കുകയും കിടന്നുറങ്ങുകയും നിസ്കരിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ചെയ്ത ആ പവിത്രമായ പുണ്യഭൂമിയിലേക്കാണ് ഹാജിമാര് പോകുന്നത്. ആ ഭൂമിയുടെ പവിത്രത, പരിശുദ്ധമായ ഹറം ഭൂമി എന്ന് പറയുന്നത് ഒരു നന്മ ചെയ്താൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് 1,00,000 നന്മയുടെ പ്രതിഫലമാണ്. അല്ല 10 ലക്ഷം നന്മയുടെ പ്രതിഫലമാണെന്നും മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു ദിക്ർ ചൊല്ലിയാൽ, ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 10 ലക്ഷത്തിന്റെ പ്രതിഫലം. 1 രൂപ, 1 റിയാൽ സദഖ ചെയ്താൽ 10 ലക്ഷം റിയാൽ സദഖ ചെയ്യുന്ന പ്രതിഫലം. ഇങ്ങനെ വലിയ വലിയ പ്രതിഫലങ്ങൾ വാരിക്കോരി കൂട്ടാൻ പറ്റിയ വളരെ പരിശുദ്ധമായ യാത്രയാണ് ഈ ഹജ്ജ് യാത്ര എന്ന് ആദ്യമാർ മനസ്സിലാക്കണം. ആ പരിശുദ്ധ ഭൂമിയിലേക്ക് എത്തിയാൽ അള്ളാഹു പവിത്രത കൂട്ടി. ഇപ്പോഴുള്ള ആളുകളൊന്നുമല്ല ഇഹ്റാം ചെയ്യലെങ്ങനെ, അതൊക്കെ ക്ലാസ്സുകളിലൂടെയും മറ്റുമൊക്കെ എത്രയോ പഠിച്ചതാണ്. ഇവിടെ ഒന്നും പറയേണ്ട ഒരു സമയമല്ല, ഞാൻ നീട്ടി പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കരിപ്പൂരിൽ നിന്ന് ഇഹ്റാം ചെയ്ത് അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ഇഹ്റാം ചെയ്ത് പരിശുദ്ധ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഉംറ ചെയ്യും. ഉംറ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗവൺമെൻറ്റിലൊക്കെ പോകുന്ന ആളുകളാകുമ്പോൾ ചിലപ്പോൾ കൂടെ ചിലപ്പോൾ ആരെയും കിട്ടിയില്ല എന്ന് വരും. അപ്പം ബേജാറാകാനൊന്നുമില്ല. ഉംറ എന്ന് പറയുന്നത് ക്ലാസ് എടുക്കുന്ന സമയത്ത് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ക്ലാസ് എടുക്കുമെങ്കിലും ഉംറ എന്ന് പറയുന്നത് പവിത്രമായ കഅബാലയത്തിലേക്ക് ചെന്ന് ഹജറുൽ അസ്വദിൻ്റെ മൂല നോക്കിയാൽ ആർക്കും കാണാൻ കഴിയും. തെക്ക് കിഴക്ക് മൂലയിലാണ് ഹജറുൽ അസ്വദ് ഉള്ളത്. ആ തെക്ക് കിഴക്ക് മൂലയിലുള്ള ഹജറുൽ അസ്വദിൻ്റെ കുറച്ച് ഇപ്പുറം നിന്നുകൊണ്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ഉംറയുടെ തവാഫ് ചെയ്യാൻ കരുതി, ഹജ്ജാണെങ്കിൽ ഹജ്ജിൻ്റെ തവാഫ് ചെയ്യാൻ കരുതി എന്ന് നിയ്യത്ത് ചെയ്തിട്ട് കഅബാലയത്തിനെ ഇടതുഭാഗത്താക്കി
ഇറക്കിയിട്ട് അങ്ങനെ കഅബ 7 വട്ടം ചുറ്റുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത്. 7 വട്ടം ഇങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിച്ചു. ബാബു സഫയിലൂടെ കയറി സഫാ കുന്നിലേക്ക് ചെന്ന് അവിടുന്ന് സഫയിൽ നിന്ന് മറുവയിലേക്കും മറുവയിൽ നിന്ന് സഫയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും 7 വട്ടം സഫയിൽ നിന്ന് തുടങ്ങി മറുവയിലെത്തുമ്പോൾ 1, മറുവയിൽ നിന്ന് സഫയിലെത്തുമ്പോൾ 2, ഇങ്ങനെ അവസാനം 7 മറുവയിൽ അവസാനിച്ചു കഴിഞ്ഞാൽ സൈയും അവസാനിച്ചു. സൈ അവസാനിച്ചു കഴിഞ്ഞാൽ അത് തലയിൽ നിന്ന് അല്പം മുടിയെടുത്താൽ ഉംറ കഴിഞ്ഞു. തവാഫ് ചെയ്യാം, 7 വട്ടം സൈ ചെയ്യാം, അല്പം മുടിയെടുക്കുക, ഇത്രേ ഉംറ ഉള്ളൂ. അപ്പോൾ ആരെയും കണ്ടില്ലെങ്കിൽ ബേജാറാകാനൊന്നുമില്ല. അപ്പം അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ നിന്ന് കേട്ടിട്ടുണ്ടാവും. ഹജ്ജിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്തിട്ട് പരിശുദ്ധമായ മിനയിലേക്ക് സാധാരണ പോകേണ്ടത് ദുൽഹിജ്ജ് 8-ന് സുബ്ഹ് നിസ്കരിച്ചിട്ടാണെങ്കിൽ ഇപ്പം സാധാരണയിൽ 7-ൻ്റെ അന്ന് രാത്രി തന്നെ മിനയിലേക്ക് വാഹനത്തിൽ കൊണ്ടുപോകും. അവിടെ ചെന്നാൽ എന്താ ചെയ്യാനുള്ളത്? ഒന്നും ചെയ്യാനില്ല, 5 വക്ത് നിസ്കരിക്കുക, അവിടുന്ന് ഇബാദത്ത് ചെയ്യുക, മനസ്സും ശരീരവും ഒക്കെ ഹജ്ജിന് വേണ്ടി തയ്യാറാക്കുക. അങ്ങനെ അവിടുന്ന് മിനയിൽ താമസിച്ച് 8-ൻ്റെ അന്ന് രാത്രി അറഫയിലേക്ക് കൊണ്ടുപോകും. 9-ൻ്റെ അന്ന് രാവിലെ പോകേണ്ടത്, പക്ഷെ 8-ൻ്റെ അന്ന് രാത്രി തന്നെ അറഫയിലേക്ക് കൊണ്ടുപോകും. അറഫയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കിടന്നുറങ്ങി തന്നെ അവിടെ വിശ്രമിക്കുക. അറഫയുടെ സമയം ആരംഭിക്കുന്നത് ഉച്ച മുതൽക്കാണ്, ളുഹ്ർ മുതൽക്കാണ്. ളുഹ്ർ മുതൽക്ക് ഇപ്പോഴുള്ള അറഫയല്ല, അറഫയുടെ പവർ കൂടി. അങ്ങനെ അവിടെ ളുഹ്ർ മുതൽ കഴിച്ചുകൂട്ടി മഗ്രിബോടുകൂടി അറഫയിൽ നിന്ന് എന്താക്കും? മുസ്ദലിഫയിലേക്ക് യാത്ര പോകും. ആ അറഫയിൽ എന്താ ചെയ്യാനുള്ളത്? പ്രത്യേകമൊന്നും ചെയ്യാനൊന്നുമില്ല, അടങ്ങ കടന്നുറങ്ങിക്കുകയാണെങ്കിൽ ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടും. പക്ഷെ അവിടെ ആ സമയം വല്ലാത്ത ടൈമാണ്. ആ ടൈമിൽ ഇബാദത്തുകൾ ചെയ്ത് ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും ചൊല്ലി അള്ളാഹുവിന് ഖുർആൻ ഓതി ആ ടൈം മുഴുവനും 1 സെക്കൻഡ് പോലും നഷ്ടപ്പെടുത്താതെ അവിടെ ഉപയോഗിക്കുകയും ആ അറഫയുടെ മുഹൂർത്ത ടൈം എന്ന് പറയുന്നത് രാവും പകലും ഒരുമിച്ച് കൂടുന്ന ടൈമാണ്. ആ ടൈമിൽ മിക്കവാറും ഹാജിമാർ വാഹനം കയറാൻ വേണ്ടി ഓടി, വാഹനത്തിന് വേണ്ടി തിക്കും തിരക്കും കൂടി അതിനുവേണ്ടി നോക്കി നിൽക്കുന്ന ഒരു ടൈമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് മുഹൂർത്ത ടൈമാണ്, അപ്പോഴാണ് ഇത് വരക്കേണ്ടത്. രാവും പകലും ഒരുമിച്ച് കൂടുന്ന ആ ടൈം. അങ്ങനെ അറഫ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് മുസ്ദലിഫയിലേക്ക് പോയി അവിടെ അല്പസമയം രാത്രിയിൽ രാപ്പാർത്ത് അവിടുന്ന് കല്ലൊക്കെ പെറുക്കി പിന്നെ മിനയിലേക്ക് പോയി 3 ദിവസം മിനയിൽ തന്നെ കൂടും. മിനയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പെരുന്നാൾ രാവ് മുതൽക്ക് പെരുന്നാളിൻ്റെ പകലോ അല്ലെങ്കിൽ രാത്രിയിലോ ഒക്കെ ആയി ജംറത്തുൽ അഖബ എന്ന് പറയുന്ന ഒരു ജംറക്കെറിഞ്ഞ് അതോട് തഹല്ലുലായി പിന്നെ 3 ദിവസം അവിടെ ഒരുമിച്ച് കൂടി ഏറ് നടത്തുന്നു. ഇതാണ് ശരിക്കും ഹജ്ജിൻ്റെ അമലുകൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇഫാദത്തിൻ്റെ തവാഫും സൈ ചെയ്യാത്തവർക്ക് സൈയൊക്കെ ചെയ്യാനുണ്ടാകും. അങ്ങനെ അത്തരം വിഷയങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭംഗിയായി നമ്മുടെ ഫർദായ അമലുകൾ ചെയ്യുന്നു. പക്ഷെ അവിടെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ അമീറന്മാരും ബന്ധപ്പെട്ടവരൊക്കെ പറഞ്ഞു തരാനും ഒക്കെ ഉണ്ടാകും. നമ്മൾ ഹറമിൽ ചെന്ന് എത്രയും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ അമൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുകയല്ല, ഒരു തെറ്റും വരാതിരിക്കാൻ വേണ്ടി അതീവ ജാഗ്രത പുലർത്തുകയാണ് ഹാജിമാർ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പ്രത്യേകമായി ഹാജിമാരോട് പറയാനുള്ളത്. ഹജ്ജിന് പോകുന്ന ഹജ്ജകളാകുന്ന സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്. കാരണം ഹജ്ജിന് പുറപ്പെടുമ്പോൾ തന്നെ ആദ്യമായി ചെയ്യേണ്ട തൗബയാണ്. തൗബ ചെയ്തിട്ട് ഇതുവരെ വന്ന മുഴുവൻ തെറ്റുകൾ തൊട്ടും പടച്ചറബിനോട് തൗബ ചെയ്ത് സഹോദരിമാരൊക്കെ ഹജ്ജിന് പുറപ്പെടാൻ പോകുന്നവർ ഹിജാബ് ധരിച്ച് പരിപൂർണമായും അള്ളാഹുവിലേക്ക് മനസ്സങ്ങിട്ട് മാറ്റി വെച്ചിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹനീയ ഹദറത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന ഒരൊറ്റ ചിന്തയോടുകൂടി ഈ ഹജ്ജ് കൊണ്ട് എൻ്റെ ആഖിറം രക്ഷപ്പെടണം. ഇതായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഒരു വെറുതെ ഒരു ഹജ്ജിന് പോയി എല്ലാവരും ഹജ്ജിന് പോയി ഞാനും ഹജ്ജിന് പോകും, അങ്ങനെയല്ല. ഈ ഹജ്ജ് കൊണ്ട് നമ്മുടെ ആഖിറം രക്ഷപ്പെട്ട് കിട്ടണം, ആ ഹജ്ജ് സ്വീകരിച്ച് കിട്ടണം. ഹജ്ജ് സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളം തന്നെ ഹജ്ജിൻ്റെ ശേഷമുള്ള നമ്മുടെ ജീവിതമാണ്. പരിശുദ്ധമായൊരു ജീവിതം നമുക്ക് കിട്ടിയാൽ ഹജ്ജ് സ്വീകരിച്ചെന്ന് നമുക്ക് ഉറപ്പിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ ഹറമിൽ വെച്ച് ഒരു തെറ്റ്
തെറ്റ് ചെയ്യണമെന്ന് തെറ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു പോയാൽ മതി, വലിയ ശിക്ഷയാണെന്നാണ്. അതുകൊണ്ട് ആ പവിത്രമായ ഭൂമി ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ ഭൂമിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ നടക്കുകയും കിടക്കുകയും നിസ്കരിക്കുകയും എല്ലാം ചെയ്ത ആ പവിത്രമായ ഹറമിൽ ചെല്ലുമ്പം വളരെ ആദരവും വളരെ ബഹുമാനവും കാത്തു സൂക്ഷിക്കുകയും അങ്ങനെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്നതിനോടൊപ്പം ആജിമാരോട് പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പവിത്രമായ ഹറമിലേക്ക് പള്ളിയിലേക്ക് കയറും, പള്ളിയിലേക്ക് തവാഫ് ചെയ്യാൻ പോകുന്ന സമയത്ത് റൂമിൽ നിന്നൊക്കെ ചെരുപ്പ് ചവിട്ടിയിട്ട് ഇങ്ങനെ ആ ഹറമിൽ പള്ളിയിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ വേഗം ചെരുപ്പ് അയച്ചിട്ട് തൻ്റെ ബാഗിൽ വെച്ച് അങ്ങനെ അതുമായി തവാഫ് ചെയ്യാൻ പോകലാ സാധാരണ കൂടുതൽ ആളുകളുടെയും പതിവ്. അവിടെ ഈ പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ഹാജിമാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ചെരുപ്പിൻ്റെ അടിയിൽ നജസ് ഉണ്ടായിട്ടില്ല, നജസ് ഇല്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ചെരുപ്പിൻ്റെ അടിയിൽ നജസ് ഉണ്ടെങ്കിൽ നജസ് ചുമന്നുകൊണ്ട് തവാഫ് ചെയ്താൽ തവാഫ് സഹിയാകൂല. തവാഫ് സഹിയാകാതെ പോയാൽ നമ്മുടെ ഉംറയും ഹജ്ജും സഹിയാകാതെ പോകും, ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകാതെ പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉണങ്ങിയ കാലിൽ ഉണങ്ങിയ ചെരുപ്പും കൊണ്ട് നടന്ന് നമ്മൾ പോകുന്ന സമയത്ത് നജസിൽ ചവിട്ടിട്ടില്ല എന്ന് ഉറപ്പി വരുത്തി വിട്ട് പോകണം. അഥവാ നജസിൽ ചവിട്ടിപ്പോയാൽ ഹറമിൻ്റെ പരിസര ഭാഗത്ത് മുഴുവനും ബാത്റൂമുകളുണ്ട്, ബാത്റൂമിൻ്റെ പുറത്ത് ഒതുടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ ചെന്ന് ചെരുപ്പ് കഴുകിയിട്ട് ആ ചെരുപ്പ് ബാഗിലിട്ട് അവിടെ ചെരുപ്പില്ലാതെ അങ്ങനെ നടന്നു പോയാലും മതി. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമെന്നത് വളരെ ഗൗരവമുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ പരിശുദ്ധമായ മക്കയിലേക്കും മദീനയിലും മദീന പള്ളി മക്ക പള്ളിയിലേക്കൊക്കെ നടന്നു പോകുന്ന സമയത്ത് പോകുന്ന വഴിയിലൊന്നും നമ്മൾ കാർക്കി കുരച്ച് തുപ്പരുതെന്ന് പ്രത്യേകം ഹാജിമാരോട് ഓർമ്മപ്പെടുത്തുകയാണ്. തുപ്പാനൊക്കെ ഉണ്ടെങ്കിൽ സൈഡിലേക്ക് തുപ്പുക. കാരണം നമ്മളവിടെ തുപ്പിക്കഴിഞ്ഞാൽ ബാക്കിൽ വരുന്നവർ അവരെ ചെരുപ്പ് കൊണ്ട് ആ തുപ്പര് ചവിട്ടിയിട്ട് അവർ പരിശുദ്ധ ഹറമിലേക്ക് നടന്നു പോകുമ്പോൾ നമ്മുടെ തുപ്പര് നമ്മളറിയാതെ പരിശുദ്ധ പള്ളിയിലേക്ക് എത്തിപ്പോകുന്ന സാഹചര്യങ്ങൾ വരുന്നത് കൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ പരിശുദ്ധമായ തവാഫ് ചെയ്യുന്ന സമയത്ത് ഒതുവൊക്കെ വല്ലപ്പോഴും മുറിഞ്ഞു പോയാൽ ഹറമിൻ്റെ ഉള്ളിൽ തന്നെ ഒതുവെടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. മത്താഫിൻ്റെ സൈഡിലുള്ള പള്ളിയുടെ സൈഡ് ഭാഗങ്ങളിൽ അവിടെ ഒതുവെടുക്കാനുള്ള സ്ഥലങ്ങൾ പഴയ സ്ഥലങ്ങളൊക്കെ മാറ്റി പുതിയ ഒരുപാട് ഒതുവെടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ കൂടുതലും കണ്ടാൽ മനസ്സിലാക്കുന്നത് പഴയ പള്ളിയാണെന്നാണ്. അതുകൊണ്ട് അവിടെ നിന്നൊക്കെ ഒതുവെടുക്കുന്ന സമയത്ത് കാർക്കിച്ച് തുപ്പാനോ അല്ലെങ്കിൽ ഒതുവെടുത്ത് കൊപ്പിടിച്ച് തുപ്പുകയോ ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയും അദബുകൾ സൂക്ഷിച്ച് അത്രയും മര്യാദകൾ സൂക്ഷിച്ച് ഹറമിനെ ബഹുമാനിച്ച് ആദരിച്ച് ഒരു തെറ്റ് പോലും വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും സഹോദരിമാരൊക്കെ ശബ്ദിക്കുന്ന സമയത്ത് പവിത്രമായ മദീനയെത്തിയാൽ നിങ്ങൾ സാധാരണയിൽ സംസാരിക്കാറുള്ളത് പോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ വെച്ച് ഉച്ചത്തിൽ സംസാരിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ച് പോയാൽ നിങ്ങൾ അറിയാത്ത നിരക്ക് നിങ്ങൾ അമൽ പൊടിഞ്ഞു പോകുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് മദീനയിൽ വെച്ചൊക്കെ സംസാരിക്കുമ്പം ശബ്ദങ്ങൾ താഴ്ത്തിയിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഇന്നല്ലദീന യഗുദ്ദൂന അസ്വാത്തഹും ഇൻദ റസൂലില്ലാഹി ഉലൈകല്ലദീന തഹനല്ലാഹു ഖുലൂബുഹും ലിത്തഖ്വാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ആരംഭ റസൂലുള്ളാഹിന്റെ മുന്നിൽ വെച്ച് ശബ്ദം വിഴുങ്ങുന്നവർ, ശബ്ദം പുറത്തോട്ട് വരാ ഉച്ചത്തിൽ സംസാരിക്കാതെ ശബ്ദത്തിന് വിഴുങ്ങുന്നവർ, അവരുലായിക്കല്ലദീനം തഹനല്ലാഹു ഖുലൂബുഹും ലിത്തഖ്വാ, തഖ്വക്ക് വേണ്ടി അവരുടെ ഹൃദയത്തിൽ അല്ലാഹു സെലക്ട് ചെയ്ത മഹത്തുക്കളാണ് അവര് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് ശബ്ദങ്ങൾ ഉയർത്താതെ വളരെ സൂക്ഷിച്ച് ആരംഭ റസൂലുള്ളാഹി തങ്ങൾ നമ്മെ കാണുന്നുണ്ട്, ഇവിടുന്നും കാണുന്നില്ല എവിടുന്നും കാണും. വസയറല്ലാഹു അമരക്കും റസൂലുഹു ഹയാത്തി ഖൈറുൽ ലക്കും വമമാത്തി ഖൈറുൽ ലക്കും ഫസതുറദു അലിയ അഅമാലുക്കും. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ അമലുകളും എൻ്റെ മേൽ വെളിവാക്കപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഖൈറിനെ ഞാൻ എത്തിച്ചാൽ ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. ഖൈർ അല്ലാത്തതിന് ഞാൻ എത്തിച്ചാൽ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടുമെന്നും ഞാൻ വിഷമിക്കുമെന്നും മറ്റൊരു റിവായത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ, പവിത്രമായ മക്കയിലെത്തിക്കഴിഞ്ഞാൽ
പവിത്രമായ മദീനത്തിലെത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു തെറ്റുകളും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. നന്മകൾക്ക് ലക്ഷങ്ങളുടെ പ്രതിഫലമുള്ളതുപോലെ തിന്മകൾക്ക് ലക്ഷങ്ങളുടെ കുറ്റമുണ്ട്, ശിക്ഷയുണ്ട് എന്ന് മഹാന്മാരവർ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷങ്ങൾ മുടക്കിയിട്ട് പരിശുദ്ധമായ ഹറമൈനിയിൽ ചെന്ന് കുറ്റങ്ങളുടെ ഭാണ്ഡങ്ങളും പേറി നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട സാഹചര്യം അള്ളാഹു നമ്മുടെ ഹാജിമാർക്കാർക്കും തരാതിരിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ മുൻപപ്പെടുത്തുന്നു, അമലുകൾ ചെയ്യാൻ വേണ്ടി എത്രമാത്രം നമ്മൾ ജാഗ്രത പുലർത്തുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഒരു തെറ്റും വരാതിരിക്കാനുള്ള അതീവ ജാഗ്രത പുലർത്തണമെന്ന് സാന്ദർഭികമായി ഉണർത്തി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഹാജിമാർക്ക് മക്ബൂലും മബ്റൂറും മർളിയുമായ ഹജ്ജും ഉംറയും സിയാറത്തും റാഹത്തോടെ സന്തോഷത്തോടെ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയും ഹബീബിൻ്റെ പൊരുത്തവും സമ്പാദിച്ച് മനസ്സമാധാനത്തോടെ തിരിച്ചെത്താൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട അനസ് സമ്മാനി ഉസ്താദ്